ടി.ജി. മോഹൻദാസിന്റെ ആ വാർത്തകൾ തന്നെയാണ് ഇനി നോക്കേണ്ടത്. എന്തായാലും ആദ്യം തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്, ദിലീപിലേക്കാണ് പോകുന്നത്. ദിലീപ് എന്തായാലും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ അദ്ദേഹം സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള നിയമ നടപടികൾ എന്തൊക്കെയാണ്, അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്താണ്? രാഖി, അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഗേറ്റ് തുറന്നാണ് ഇട്ടിരുന്നത്. അല്പസമയം മുമ്പാണ് ഗേറ്റ് അടച്ചതും. എന്തായാലും സുരക്ഷയ്ക്കായി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിഷേധവുമായി BJPയും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി പേർ ഇവിടെ എത്താൻ സാധ്യതയുണ്ട് എന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഭാഗമായിട്ട് ഒരുപാട് പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. നേരത്തെ ജിജേഷും സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതും അത് തന്നെയാണ്. അതായത് അദ്ദേഹത്തെ എടുത്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്നലെ അവധി ദിവസമാണ്. അവധി ദിവസം മനഃപൂർവ്വമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്നടക്കമുള്ള ഒരു വിമർശനവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ നാട്ടുകാരടക്കമുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ ഏകദേശം 9 മണിയോടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കാം അദ്ദേഹത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഹാജരാക്കുന്നത്. എന്തായാലും BJP അടക്കമുള്ളവർ ശക്തമായ രീതിയിൽ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് എത്താനാണ് സാധ്യത. പ്രത്യേകിച്ച് അദ്ദേഹം ജിജേഷ് സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൊലപ്പെടുത്തും അതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലും എന്നടക്കമുള്ള വിവാദ പരാമർശം നടത്തിയിട്ട് പോലും അവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാനോ അതോടൊപ്പം തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിരുന്നില്ല. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇത്തരത്തിലൊരു തിടുക്കപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം BJPയുടെ ജനറൽ സെക്രട്ടറിയായ S. സുരേഷ് പറഞ്ഞ കാര്യം ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ പിശക് സംഭവിച്ചിട്ടെങ്കിൽ പോലും അത് ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നടക്കമുള്ള ഒരു വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതെന്ന് പറയുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയവും അതോടൊപ്പം തന്നെ പ്രളയ ദുരിതബാധിതർക്ക് ക്യാമ്പുകൾ നടത്തി സർക്കാരിൻ്റെ പരാജയം എന്നടക്കമുള്ള കാര്യങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര തിടക്കപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടും. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹത്തെ ഈ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് പുറത്തു കൊണ്ടുവരികയും അതുപോലെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരം സെഷൻസ് കോടതിയിലേക്ക് ഹാജരാക്കാനുള്ള സാധ്യത. രാഖി, ശരി ദിലീപ്, എന്തായാലും ദിലീപ് തുടരുക അല്ലേ. നമുക്ക് ഒരിക്കൽ കൂടി ജിജീഷിലേക്ക് പോകേണ്ടതുണ്ട്. ജിജീഷ്, അതായത് നേരത്തെ ജിജീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഭരണഘടനയെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായതാണ് സജി ചെറിയനിൽ നിന്ന്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അതായത് ഇവർക്കൊരു നടപടി എടുക്കാൻ അറിയാം, പക്ഷെ അത് സെലക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. രാഗി, അത് തന്നെയാണ്. അതായത് നടപടി എടുക്കാൻ അറിയാത്ത പോലീസല്ല, എന്നാൽ അത് പലപ്പോഴും ഈ ഭരണസിരാ കേന്ദ്രങ്ങൾ പറയുന്നതിന് അനുസരിച്ച് അവരുടെ താളത്തിന് ഒത്ത് തുള്ളുന്ന ഒരു പോലീസിനെയാണ് ഈ ഒരു ഘട്ടങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇരട്ട നീതിയാണ് പലപ്പോഴും ഈ കേരള പോലീസിന്റെ ഒരു ആപ്തവാക്യമായി മാറിയിരിക്കുന്നത്. അത് സമീപകാലത്തല്ല, ഏതാണ്ട് എല്ലായ്പ്പോഴും ഭരണത്തിലുള്ള ആളുകൾക്ക് അനുസ്യൂതമായി പ്രവർത്തിക്കുന്ന ഒരു രീതി കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവിടെയാണെങ്കിൽ TG മോഹൻദാസിനെ എങ്ങനെയും കൊടുക്കുക എന്നത് ഒരുപോലെ LDFിൻ്റെയും UDFിൻ്റെയും ഒരുപോലെയുള്ള ആവശ്യമായിരുന്നു. അതിനൊരു അവസരം കാത്തിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ചില വാക്കുകൾ അത് വിമർശനത്തിൻ്റെ മുനയായി ഉയർത്തിക്കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ അതിവേഗത്തിൽ കേസെടുക്കുകയും എല്ലാം തന്നെ ചെയ്തു. അതോടൊപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജാള്യത കൂടി ഇവിടെ മറക്കേണ്ടതുണ്ട്. അത് അർജുൻ നായങ്കിയുമായി ബന്ധപ്പെട്ടാണ്. തങ്ങളുടെ മൂക്കിൻ തുമ്പിൽ പലപ്പോഴും തങ്ങളെ കബളിപ്പിച്ച് കടന്നുകളയുകയും ഇടയ്ക്കിടെ വെല്ലുവിളിക്കുകയും കൊഞ്ഞനം കുത്തുകയും എല്ലാം ചെയ്യുന്ന അർജുൻ നായങ്കി എന്ന CPMന്റെ ക്രിമിനൽ, അയാളെ പിടികൂടാൻ കഴിയാതെ ഏറെ ദിവസം വട്ടം കറങ്ങുകയും ഏറ്റവും ഒടുവിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പിടികൂടുകയും ചെയ്ത പോലീസ് അത് വലിയ ഒരു നേട്ടമായി അവതരിപ്പിക്കുകയും അതിന് പിന്നിലുള്ള ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുത്ത് ഇവരാണ് കണ്ണൂർ സ്ക്വാഡ് എന്നെല്ലാം സ്വയം പറയുകയും എല്ലാം തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അപഹാസ്യരായ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിക്കാൻ ഒരു നടപടി കൂടി വേണമായിരുന്നു. വഴി തെറ്റിക്കാനും ശ്രദ്ധ തിരിക്കാനും മറ്റൊരു മാർഗം വേണമായിരുന്നു. അതുകൂടിയായിരുന്നു TG മോഹൻദാസ്. സ്വാഭാവികമായും വലിയ വാർത്താ പ്രാധാന്യമുള്ള മനുഷ്യനാണ്. കൃത്യമായ
ശക്തമായി തന്നെ നിലപാടുകൾ വ്യക്തമാക്കുന്ന എല്ലാ ചാനലുകളിലും ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് തന്റെ നിലപാടുകൾ ശക്തമാക്കുന്ന ആളാണ്. സ്വാഭാവികമായും മാധ്യമ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയുമെന്ന് പോലീസിന് അറിയാം. അവിടെയാണ് ഏതാനും മണിക്കൂറുകൾ ടി ജിയുടെ വീട്ടിൽ ചെലവഴിച്ച് ആ സമയം അത്രയും വാർത്തകളിൽ നിറഞ്ഞ് നിൽക്കാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളമായി. അങ്ങനെ ചില കോണുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല, മുസ്ലിം ലീഗ് അടക്കമുള്ള ചില കക്ഷികൾ എന്തുകൊണ്ട് ടി ജിയെ അർജുൻ നായങ്കിയെ അറസ്റ്റ് ചെയ്തിട്ട് ടി ജിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ സംഘടിതമായി ഉയർത്തിക്കൊണ്ടുവരികയും സമൂഹ അർജുൻ നായികയെ പിടികൂടാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വിളിച്ചിട്ട് സാറേ ഞാൻ ഒരാളെ ഇവിടെ കൊണ്ട് ആക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വന്നു. അപ്പോഴാണ് നമ്മുടെ പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ച് അവിടെ പോയി അറസ്റ്റ് ചെയ്തത്. ഓടിച്ചിട്ട് പിടികൂടി എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതാണ് എന്താണ് ആ ഒരു സത്യം അവസ്ഥ. എന്തായാലും ഇനിയിപ്പോൾ ടി ജിയെ ഞങ്ങൾ പിടിച്ച് ഓടിച്ചിട്ട് പിടികൂടി എന്നുകൂടി പറഞ്ഞാൽ അതിശയിക്കേണ്ടതില്ല.